എൻ്റെ പേര് ജെൽസൺ പോൾ. ഞാൻ കൊല്ലം സെൻറ്റ് ആൻ്റണീസ് ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ 2025 ജൂലൈ 21 ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ ഡിഗ്രി പഠനം കഴിഞ്ഞ് ഏകദേശം ഒരു കൊല്ലത്തോളം ജോലിയില്ലാതെ നിൽക്കുന്ന സമയത്താണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. എനിക്ക് അതിനുശേഷം ചെന്നൈയിലൊരു ജോലി ലഭിച്ചായിരുന്നു. പക്ഷേ എൻ്റെ പഠിച്ച മേഖലയുമായിട്ടൊരു ബന്ധമില്ലാത്ത ജോലി ആയതുകൊണ്ട് എനിക്ക് വളരെ താല്പര്യക്കുറവായിരുന്നു ആ ജോലിക്ക് പോകാനായിട്ട്. അങ്ങനെ ഞാൻ വളരെ വിഷമഘട്ടത്തിലൂടെയാണ് ഞാൻ ജോലിക്ക് എല്ലാ ദിവസവും പോയിക്കൊണ്ടിരുന്നത്. ആ ഒരു സമയങ്ങളിലൊക്കെ ഞാൻ മാതാവിനോട് നിരന്തരം വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എൻ്റെ മാതാവേ, എനിക്ക് പഠിച്ച മേഖലയിൽ നല്ലൊരു ജോലി എനിക്ക് ഇഷ്ടത്തോടെ ചെയ്യാൻ തരണമേ എന്ന്. ഞാൻ എൻ്റെ 2 നിയോഗങ്ങളിലും രണ്ട് ഉടമ്പടികളിലും ഞാൻ ആ ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിച്ചായിരുന്നു. അങ്ങനെ ഇരിക്കെ എൻ്റെ 2ാമത്തെ ഉടമ്പടി കഴിഞ്ഞ് ഞാൻ ചെന്നൈയിൽ നിന്ന് ലീവ് കിട്ടി നാട്ടിൽ വരുന്ന സമയത്ത്, നാട്ടിൽ വന്ന ദിവസം തന്നെ എനിക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി. എൻ്റെ കാലിനൊരു ഫ്രാക്ചറായി. ചെറിയൊരു സർജറി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ പറഞ്ഞു സർജറി കഴിഞ്ഞ് പഴയതുപോലെ നടക്കാനാവുമ്പോൾ 3 മാസമാവും. അപ്പോഴത്തേക്ക് എനിക്ക് ടെൻഷനായി. കാര്യം 3 മാസം എന്ന് പറയുമ്പോഴത്തേനും ചെന്നൈയിലെ ജോലിയുടെ കാര്യം പ്രശ്നത്തിലാവും. പിന്നീട് അവിടെ ജോലിക്ക് പോകാൻ സാധിക്കത്തില്ല. അങ്ങനെ പിന്നെ എന്തായാലും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ എന്തായാലും റെസ്റ്റ് എടുത്തു. 3 മാസം കഴിഞ്ഞു. നേരെ നടക്കാനായി. അപ്പോഴത്തേക്ക് ജോലിയുടെ കാര്യം പ്രശ്നമായി. ഏകദേശം ജോലി പോകുന്ന അവസ്ഥയായി. അപ്പോഴത്തേക്ക് ഞാൻ പിന്നെയും ഒരു വിഷമഘട്ടത്തിലൂടെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. ആ ഒരു സമയം ഞാൻ എൻ്റെ വിശ്വാസത്തിൽ ഒരു കുറവും വരുത്തിയിട്ടില്ല. ഞാൻ നിരന്തരം എൻ്റെ അടിയുറച്ച വിശ്വാസത്തിൽ തന്നെ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ എൻ്റെ 3ാമത്തെ ഉടമ്പടി പുതുക്കി ഇതേ നിയോഗം തന്നെ ഞാൻ പിന്നെയും വെച്ചു. അങ്ങനെ ഇരിക്കെ വളരെ റാൻഡമായിട്ട് ഞാനൊരു ജോബ് നോട്ടിഫിക്കേഷൻ കാണുകയായിരുന്നു, ഒരു ജൂനിയർ എഞ്ചിനീയറിൻ്റെ. അങ്ങനെ അത് എറണാകുളത്തെ വെച്ചായിരുന്നു. അപ്പോൾ പോകാനുള്ള ബുദ്ധിമുട്ട് കാരണം ഞാനത് പോകുന്നില്ല എന്ന് വിചാരിച്ചിരുന്നതായിരുന്നു. അപ്പോൾ ലാസ്റ്റ് നിമിഷം എന്തോ എനിക്ക് പോകാൻ തോന്നി. അങ്ങനെ തലേന്ന് ഒറ്റ ദിവസം കൊണ്ട് പ്രിപ്പയർ ചെയ്തിട്ട് ഞാൻ പോയി അവിടെ എത്തിയപ്പോൾ തന്നെ എൻ്റെ കോൺഫിഡൻസ് ഫുള്ള് പോയി. കാരണം ഏകദേശം 200ഓളം പേരുണ്ടായിരുന്നു ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട്. പിന്നെ എന്തായാലും പോയതല്ലേ, ഒരു ഇൻ്റർവ്യൂ എക്സ്പീരിയൻസ് ആവട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അറ്റൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ എന്നെ വിളിക്കുന്നതിനൊരു 10 മിനിറ്റ് മുമ്പ് എൻ്റെ പ്രിപ്പറേഷൻ നിർത്തി ഞാൻ കൃപാസനത്തിൽ വിശുദ്ധ ഉപ്പെടുത്ത് കയ്യിൽ വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ബാച്ച് വൈസായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങളുടെ 10 പേരുടെ ബാച്ച് വിളിച്ചു. ഞാനാണ് ഏറ്റവും ലാസ്റ്റ് ഇരുന്നത്. ഞാൻ കയറിയപ്പോൾ തന്നെ വിശ്വാസ പ്രമാണം ചൊല്ലി വിശുദ്ധ ഉപ്പ് അവിടെ നിക്ഷേപിച്ച് അവിടെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ പ്രതീക്ഷിച്ചത് മറ്റുള്ളവരുടെ എൻ്റെ മുമ്പിലുള്ള 9 പേരുടെയും പെർഫോമൻസ് നോക്കിയിട്ട് അത് കണക്ക് പെർഫോം ചെയ്യാമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ എന്തുകൊണ്ടോ ഈ സാർ എന്നെയാണ് ആദ്യം വിളിച്ചത്. എന്നെ വിളിച്ചപ്പോൾ തന്നെ എൻ്റെ കോൺഫിഡൻസ് ഫുള്ള് ഡ്രെയിനായി. അങ്ങനെ മാതാവിൻ്റെ കൃപ കൊണ്ട് എനിക്ക് ചോദിച്ച ചോദ്യത്തിനൊക്കെ എനിക്ക് നന്നായിട്ട് മറുപടി പറയാൻ സാധിച്ചു. പക്ഷേ ലാസ്റ്റ് 2 മിസ്റ്റേക്ക് വരുത്തി. അപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഇതിനിപ്പോൾ എൻ്റെ കയ്യിൽ നിൽക്കത്തില്ല, പോയി. ഇനിയിപ്പോൾ അടുത്ത ഇൻ്റർവ്യൂ നോക്കാമെന്ന് കരുതി ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. പക്ഷേ ഞാൻ വീട്ടിൽ പോയില്ല. എന്തായാലും റിസൾട്ട് അറിഞ്ഞിട്ട് പോകാമെന്ന് കരുതി അവിടെ തന്നെ ഇരുന്നപ്പോഴത്തേക്കും എൻ്റെ പിന്നാലെ ഇറങ്ങിയവരൊക്കെ അവരുടെ അടുത്ത് അപ്പം തന്നെ പറയുന്നുണ്ടായിരുന്നു ഇന്നാണോ ഔട്ടാണോ എന്ന്. എൻ്റെ അടുത്ത് ഒന്നും പറഞ്ഞിട്ടില്ല. എൻ്റെ പിന്നാലെ ഇറങ്ങിയ 4 പേര് ഇന്നായി. അപ്പോൾ എനിക്കൊന്നും കൂടെ വിഷമമായി, ഇതിപ്പോൾ ഞാൻ മാത്രം കിട്ടാതെ പോകുന്നൊരവസ്ഥ വരുമോ എന്ന്. അങ്ങനെ ഞാൻ ഒരു പ്രതീക്ഷയില്ല, അവിടെ ഇരിക്കുക, മാതാവിനെ വിളിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി അവിടെ ഇരിക്കുക. അങ്ങനെ ഞങ്ങളുടെ ബാച്ചിൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞു. അവിടുത്തെ ലേഡി വന്ന് പറഞ്ഞു എൻ്റെ ബാച്ചിൽ 6 പേര് സെലക്ട് ആയിട്ടുണ്ട്. അങ്ങനെ അവർ പേര് വിളിക്കാൻ തുടങ്ങി. 5 പേരുടെയും പേര് വിളിച്ചു. എനിക്കൊരു പ്രതീക്ഷയില്ല. അത്ഭുതമെന്ന് പറയട്ടെ, 6ാമത് എൻ്റെ പേരാണ് വിളിച്ചത്. എനിക്ക് ആ സമയത്ത് എന്താണ് എൻ്റെ മനസ്സിൽ കൂടെ പോയതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പായി, ജോസഫ് അച്ഛൻ എപ്പോഴും പറയുന്നത് പോലെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ആണ് എൻ്റെ ജീവിതത്തിൽ അന്ന് പ്രാവർത്തികമായത്. ഇത് എൻ്റെ കഴിവുകൊണ്ടല്ല, മാതാവിൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് എനിക്ക് ജോലി അന്ന് ലഭിച്ചത്. ഞാൻ അന്ന് അവിടെ നിന്ന് ഇറങ്ങി നേരെ ഇവിടെ വീട്ടിൽ പോകുന്നതിന് മുമ്പേ കൃപാസനത്തിൽ വന്ന് മാതാവിനെ നന്ദി അർപ്പിച്ചുകൊണ്ടാണ് വീട്ടിൽ പോയത്. എൻ്റെ ജീവിതത്തിൽ പിന്നെ അതിന് ശേഷം എക്സ്പീരിയൻസിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ആ ജോലിക്ക് കയറാനായിട്ട് മിനിമം 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണമായിരുന്നു. അതൊരു കടമ്പയായിരുന്നു. അങ്ങനെ എനിക്കാണെങ്കിൽ ആകപ്പാടെ കുറച്ച് മാസങ്ങളുടെ എക്സ്പീരിയൻസേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാൻ അന്ന് മുതൽ അതൊരു നിയോഗമായി വെച്ച് പ്രാർത്ഥിച്ചു തുടങ്ങി. എന്നും ഏകദേശം ഒരു 2-3 ആഴ്ച പ്രാർത്ഥിച്ചു തുടങ്ങി. അങ്ങനെ മാതാവിൻ്റെ കൃപ കൊണ്ട് ആ വെരിഫിക്കേഷനും മെഡിക്കലും ഒക്കെ ഒരു തടസ്സവും കൂടാതെ പാസ്സാക്കാൻ സാധിച്ചു. ഇന്ന് ഞാൻ എൻ്റെ ഓഫർ ലെറ്ററുമായിട്ടാണ് മാതാവിനെ കാണാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ഒരു പ്രതീക്ഷയുമില്ലാതെ പോയിക്കൊണ്ടിരുന്നൊരു സമയത്താണ് ഞാൻ ആഗ്രഹിച്ച ഒരു ജോലി. ഞാൻ മാതാവിൻ്റെ അടുത്ത് ഇവിടെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചെങ്കിലും എനിക്ക് അത്ര ഒരു പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷേ മാതാവ് അത് കൃത്യസമയത്ത് എൻ്റെ നിയോഗം ഏറ്റെടുത്ത് എനിക്ക് നല്ലൊരു ജോലി തന്ന്, ഞാൻ ആഗ്രഹിച്ച മേഖലയിൽ തന്നെ ഒരു ജോലി തന്ന് മാതാവ് എന്നെ അനുഗ്രഹിച്ചു. എൻ്റെ ജീവിതത്തിൽ ചെയ്തു തന്ന ഈ വലിയ അനുഗ്രഹത്തിന് മാതാവിനും യേശുനാഥനും ഒരു കോടാനുകോടി നന്ദി ഞാൻ അർപ്പിക്കുന്നു. എൻ്റെ 2ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് 2025 എനിക്കൊരു വീഴ്ചയുണ്ടായി. എൻ്റെ കാലിൻ്റെ ലിഗമെൻറ്റിനൊരു സ്പ്രെയിൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം ഒരു 4 മാസം കഴിഞ്ഞിട്ടും
ആ സ്പ്രെയിനിന് വേദനയിൽ കുറവൊന്നുമില്ല, കാലിൽ മടക്കുമ്പോഴും നിവർത്തുമ്പോഴും. അങ്ങനെ ഒരു 4 മാസം കഴിഞ്ഞ് MRI എടുത്ത് ഡോക്ടറിനെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു കാലിൻ്റെ എല്ലിനൊരു മുഴയുണ്ട്, മെഡിക്കൽ കോളേജിൽ കാണിക്കണമെന്ന്. ഇത് കേട്ടപ്പോഴേ ഞാൻ ആകെ ഡൗണായി. കാര്യം ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നത്. അതെനിക്ക് ഹാൻഡിൽ ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. എന്താ പറയുക, ഒരു കണ്ണിൽ ഇരുട്ട് കയറിയ പോലെയൊക്കെ ഒരു ഫീലായിരുന്നു. അങ്ങനെ ഞാൻ നേരെ വീട്ടിൽ വന്ന കാര്യം പറഞ്ഞു. അപ്പോൾ അമ്മ ആദ്യം പറഞ്ഞത് നമുക്ക് കൃപാസനത്തിൽ പോയി ഒരു ഉടമ്പടി എടുക്കാമെന്നാണ്. അങ്ങനെയാണ് ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത് പിന്നീട് ഇപ്പോൾ ഏകദേശം 10 മാസമായി. എനിക്ക് ആ മഴ കൊണ്ട് ഇതുവരെ യാതൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇതിന് ശേഷം 2 വട്ടം ഡോക്ടറിനെ കണ്ട് ചെക്കപ്പ് ചെയ്തു. ചെക്കപ്പ് ചെയ്യാൻ പോകുന്ന ഓരോ സമയങ്ങളിലും ഞാൻ കൃപാസനത്തിലെ വിശുദ്ധ ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി ആ ഡോക്ടറുടെ സാന്നിധ്യത്തിൽ നിക്ഷേപിച്ചിട്ട് ആണ് എൻ്റെ ടെസ്റ്റ് ചെയ്ത റിപ്പോർട്ട് ഞാൻ കൊടുക്കുന്നത്. മാതാവിൻ്റെ കൃപ ഒന്നും കൊണ്ട് മാത്രം എനിക്ക് ഇതുവരെയും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പക്ഷേ എനിക്ക് എൻ്റെ മനസ്സിൽ എപ്പോഴും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാര്യം ഇത് എപ്പോഴെങ്കിലും എൻ്റെ ഭാവിയിൽ ഒരു പ്രശ്നമായിട്ട് മാറുമെന്ന്. അങ്ങനെ നിരന്തരം ടെൻഷനിലൂടെയാണ് ഞാൻ ഈ പോയ 10 മാസത്തിൽ ഓരോ ദിവസവും കടന്നു പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് ജോസഫ് അച്ഛൻ ഈ ഇടയ്ക്ക് ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയിൽ പറഞ്ഞത് അസ്ഥിരോഗമുള്ള ഒരാളെ സുഖപ്പെടുത്തുന്നതായിട്ട്. ആദ്യമേ ഞാനത് വിശ്വസിച്ചില്ല. പിന്നീടുള്ള 3 ദിവസങ്ങളിൽ അച്ഛൻ അത് പറയുകയുണ്ടായി. 3ാമത്തെ വട്ടം പറഞ്ഞപ്പോൾ എനിക്ക് ഉറപ്പായി. ഞാൻ എൻ്റെ 3 ഉടമ്പടികളിലും നിയോഗം വെച്ചൊരു കാര്യമാണിത്. മാതാവ് എൻ്റെ ഈ നിയോഗം ഏറ്റെടുത്ത് എൻ്റെ കാലിന് സൗഖ്യം തന്നുവെന്ന്. മാതാവിൻ്റെ മുമ്പിൽ നിന്ന് ഞാൻ പ്രഖ്യാപിക്കുകയാണ്, ഇനി ഒരിക്കലും ഞാൻ ആ ഒരു കാര്യം ആലോചിച്ച് വിഷമിക്കുകയില്ല. മാതാവ് എൻ്റെ ജീവിതത്തിൽ ചെയ്ത ഈ വലിയ അനുഗ്രഹത്തിന് അമ്മ മാതാവിനും യേശുനാഥനും ഒരു കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. എൻ്റെ 3ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, എൻ്റെ കണ്ണിന് ഇടയ്ക്കൊരു വേദന വന്നായിരുന്നു. വേദന വന്ന് ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഒരു പെട്ടെന്ന് അവർക്കൊന്നും പറയാൻ പറ്റിയില്ല. ആദ്യം ഒരു ഡോക്ടറിനെ കാണിച്ചു. ആ ഹോസ്പിറ്റലിൽ തന്നെ 3-4 സീനിയർ ഡോക്ടർമാർ ഇവരുടനെ തന്നെ വിളിച്ച് കാണിച്ചു. അങ്ങനെ ആ ഡോക്ടർ ആ ഹോസ്പിറ്റലിലുള്ള കുറേ ടെസ്റ്റ് അന്ന് തന്നെ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ച് ഏകദേശം ഒരു 5000 രൂപയുടെ ബ്ലഡ് ടെസ്റ്റിന് പുറത്ത് എഴുതി തന്നു. അപ്പോഴേ എനിക്ക് മനസ്സിലായി കഴിഞ്ഞ് എന്തോ പ്രശ്നമുണ്ടെന്ന്. അങ്ങനെ ഞാൻ പുറത്ത് പോയി മെഡിക്കൽ ടെസ്റ്റ് ചെയ്തു. വിശുദ്ധ ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി ആ മെഡിക്കൽ റിപ്പോർട്ടിൻ്റെ മേലിട്ട് ഞാൻ ഡോക്ടറിനെ കൊണ്ട് കാണിച്ചു. മാതാവിൻ്റെ കൃപയാൽ ആ മെഡിക്കൽ റിപ്പോർട്ടിന് ഒരു കുഴപ്പവും ഉണ്ടായില്ല. പക്ഷേ ആ ഡോക്ടർ അന്ന് ഒന്നുകൂടെ കണ്ണ് ടെസ്റ്റ് ചെയ്തിട്ട് ഡയഗ്നോസ് ചെയ്തു പെരിഫറൽ റെറ്റിനൽ ഡീജനറേഷൻ എന്ന് പറഞ്ഞൊരു കണ്ടീഷനാണ്. ഇപ്പോൾ ഒന്നും ചെയ്യണ്ട, 1 മാസം കഴിഞ്ഞ് ഒന്നും കൂടെ ചെക്കപ്പ് ചെയ്തിട്ട് ട്രീറ്റ്മെൻറ്റ് അപ്പോൾ പറയാമെന്നാണ് പറഞ്ഞത്. അന്ന് മുതൽ കൃപാസനത്തിലെ വിശുദ്ധ ഉപ്പ് ഉപയോഗിച്ച് ഞാൻ എൻ്റെ കണ്ണിൽ വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ എൻ്റെ പ്രാർത്ഥനയുടെ ശക്തി ഒന്നും കൂടെ കൂട്ടി. ഞാനതൊരു നിയോഗമായി വെച്ച് പ്രാർത്ഥിച്ച് കൃത്യം 1 മാസം കഴിഞ്ഞ് ഡോക്ടറുടെ അടുത്ത് പോയി കണ്ണ് ഒന്നും കൂടെ പരിശോധിക്കുന്ന സമയത്ത് എൻ്റെ കണ്ണിൽ കണ്ടൊരു നേർസാക്ഷ്യം പോലെയായിരുന്നു. ഡോക്ടർ എൻ്റെ കണ്ണ് നോക്കിയിട്ട് പറഞ്ഞത് എൻ്റെ കണ്ണിൽ ഇപ്പോൾ ഒന്നും കാണുന്നില്ല, ഇനിയിപ്പോൾ 1 കൊല്ലം കഴിഞ്ഞ് വന്നാൽ മതിയെന്ന്. മാതാവ് എൻ്റെ ജീവിതത്തിൽ ചൊരിഞ്ഞ ഈ വലിയ അനുഗ്രഹത്തിന്, എൻ്റെ പ്രാർത്ഥന ഏറ്റെടുത്ത് എൻ്റെ കണ്ണിന് സൗഖ്യം തന്നതിന് എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാറിനും ഒരു കോടാനുകോടി നന്ദി ഞാൻ അർപ്പിക്കുന്നു. പിന്നെ എൻ്റെ ആത്മീയ ജീവിതം എന്ന് പറയുകയാണെങ്കിൽ എൻ്റെ ജീവിതം ഉടമ്പടിക്ക് മുൻപും ശേഷവും എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട് ആത്മീയമായിട്ടും സ്വാഭാവികമായിട്ടും. ഞാൻ ഉടമ്പടി എടുത്ത ആ ദിവസം മുതൽ ഇന്ന് വരേക്കും ആ ഒരു തീക്ഷണത്തിൽ തന്നെയാണ് നിന്നിട്ടുള്ളത്. ഒരു വിട്ടുവീഴ്ചയും ഞാൻ എൻ്റെ ഭക്തി കാര്യത്തിൽ വരുത്തിയിട്ടില്ല. പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെന്ന് പറയുകയാണെങ്കിൽ ആദ്യമൊക്കെ എനിക്ക് പത്രം കൊടുക്കാനൊക്കെ ഒരു മടിയായിരുന്നു. പിന്നീട് വളരെ പെട്ടെന്ന് തന്നെ മടിയൊക്കെ മാറി എനിക്ക് പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ അടുത്ത തലങ്ങളിലേക്ക് പോകാൻ സാധിച്ചു. ഞാൻ ഓരോ വീടുകളിൽ കയറി പത്രം കൊടുക്കാൻ തുടങ്ങി. പിന്നെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ സാക്ഷ്യം പറഞ്ഞ് പത്രം കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തനങ്ങളായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഉടമ്പടിയിൽ ഞാൻ എല്ലാ ആഴ്ചയും കൃത്യമായിട്ട് ഓരോ കാരുണ്യ പ്രവർത്തനങ്ങൾ വീതം ചെയ്യാറുണ്ടായിരുന്നു. വഴിയരികിലൊക്കെ ഇരിക്കുന്നവർക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കുന്നതും അനാഥാലയത്തിൽ ഭക്ഷണം എത്തിക്കുന്നതൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. പിന്നീട് എൻ്റെ ജോലിയുടെയൊക്കെ പ്രശ്നം കൊണ്ട് എനിക്കത് എല്ലാ ആഴ്ചയും കൃത്യമായിട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ദൈവത്തിൻ്റെ കൃപയാൽ എൻ്റെ കയ്യിൽ എന്തെങ്കിലും പൈസ വന്നാൽ അത് എൻ്റെ ആവശ്യത്തിന് ഉപയോഗിക്കുന്നതിനേക്കാളും ആദ്യമായിട്ട് ഞാൻ അത് ആവശ്യമുള്ളവർക്കാണ് ഞാൻ എത്തിക്കാൻ ശ്രമിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞാൻ ഹൃദയം നിറഞ്ഞ ഒരു കോടാനുകോടി നന്ദി അമ്മ മാതാവിനും യേശുനാഥനും അർപ്പിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 20-21 തിരുവചനങ്ങൾ. 5 താലന്ത് കിട്ടിയവന് 5 കൂടി സമർപ്പിച്ച്, യജമാനനെ, നീ എനിക്ക് 5 താലന്താണല്ലോ നൽകിയത്, ഇതാ ഞാൻ 5 കൂടി സമ്പാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. യജമാനൻ പറഞ്ഞു, കൊള്ളാം, നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ, അല്പകാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നതിനാൽ അനേക കാര്യങ്ങൾ നിന്നെ ഞാൻ ഭരമേൽപ്പിക്കും. നിന്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് നീ പ്രവേശിക്കുക. ജെൽസൺ പോൾ എന്ന ഈ മകൻ തൻ്റെ പ്രത്യക്ഷീകരണ സാക്ഷ്യം ഇവിടെ ഏറ്റുപറയുമ്പോൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ നൽകിയ വലിയ അനുഗ്രഹമാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന അടിസ്ഥാനത്തിൽ ഈ മകൻ ഏറ്റുപറയുകയുണ്ടായി.
19 സപ്ലിമെൻ്ററി പരീക്ഷ എടുക്കുവാനും 30 പേപ്പർ അറ്റ് എ ടൈം അദ്ദേഹത്തിന് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ പരീക്ഷ പാസ്സാകാനും സാധിച്ചത് അവിടെ പറയുകയുണ്ടായി സ്ഥിരീകരണ സമയത്ത്. അതുപോലെ തന്നെ അദ്ദേഹം ജോലിക്കായി ഇൻ്റർവ്യൂവിന് പോയപ്പോൾ പരിശുദ്ധ അമ്മയുടെ വലിയ ഒരു അടയാളമായിരുന്നു. എനിക്ക് ഈ ജോലി കിട്ടുമെന്ന്, ഇൻ്റർവ്യൂവിൽ പാസ്സാകുമെന്ന് യാതൊരു ഉറപ്പുമില്ലാതിരുന്ന ഒരവസ്ഥയിലാണ് അദ്ദേഹം ഉടമ്പടി നേർച്ച വസ്തുക്കളുമായി ഇൻ്റർവ്യൂവിന് പോയപ്പോൾ 200-ലധികം പേർ അവിടെ വന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. 58 പേരുടെ ഒരു വേക്കൻസിയാണ് അവിടെയുള്ളത്. പക്ഷേ അമ്മ മാതാവിൻ്റെ ആ നമ്പറായ ഒട്ടും സാധ്യതയില്ല എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്താണ് 6ാമത്തെ നമ്പറായി അദ്ദേഹത്തെ വിളിക്കുകയും ഒരു നല്ല ജോലി ഇലക്ട്രിക് അസിസ്റ്റൻ്റ് എഞ്ചിനീയറായി അദ്ദേഹത്തെ ഉയർത്തുകയും ചെയ്തതായി സാക്ഷ്യപ്പെടുത്തുന്നു. അദ്ദേഹത്തിൻ്റെ സൗഖ്യത്തെക്കുറിച്ച് അദ്ദേഹം പറയുകയുണ്ടായി. കൃത്യമായും അതൊരു സമയച്ചുരുക്കത്തിൻ്റെ സാക്ഷ്യമാണ്. അദ്ദേഹത്തിൻ്റെ കാലിലെ മുഴ വളരെയധികം അസ്വസ്ഥപ്പെടുത്തിയിരുന്നു. തൈലം പൂശിയും ഉപ്പുപയോഗിച്ചും അദ്ദേഹം ഉടമ്പടി ഉപ്പ് ഉപയോഗിച്ച് അദ്ദേഹത്തിന് വളരെ പെട്ടെന്ന് സൗഖ്യമുണ്ടായതായി സാക്ഷ്യപ്പെടുത്തുന്നു. അത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ഡെയിലി ബ്രെഡിലൂടെ നൽകിയ ഒരു സന്ദേശമാണ്. അസ്ഥി രോഗമുള്ള ഒരാൾക്ക് സൗഖ്യം നൽകുന്നു എന്ന് 3 പ്രാവശ്യം അച്ഛൻ തന്നെ ഏറ്റുപറഞ്ഞപ്പോൾ ജൽസൺ പോളിന് അത് ഉറപ്പായി, ഈശോ എന്നെ സൗഖ്യപ്പെടുത്തുന്നുവെന്ന്. ഉടമ്പടി എടുക്കുന്ന ഓരോ മക്കൾക്കും ഉറച്ചു വിശ്വസിക്കാവുന്നതാണ്. എൻ്റെ കാര്യത്തിൽ ദൈവം വളരെ ശ്രദ്ധാലുവാണ്, ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. അതുപോലെ തന്നെ മകന് കണ്ണിനുണ്ടായ ഒരു അസുഖത്തെക്കുറിച്ച് പറയുകയുണ്ടായി. പെരിഫറൽ റെറ്റൈനൽ ഡീജനറേഷൻ എന്ന ഒരു അസുഖം ഈ മകൻ്റെ കണ്ണിനെ പിടിപെടുകയും അത് ഗ്രാജുവലി ഡെവലപ്പ് ചെയ്യുകയും ചെയ്ത് കണ്ണിനെ അസ്വസ്ഥപ്പെടുത്തുന്ന ആ ഒരു അസുഖത്തിൽ നിന്ന് മകനെ നേർച്ച വസ്തുക്കളെല്ലാം ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് സൗഖ്യം ലഭിക്കുകയും ഡോക്ടർ തന്നെ അത്ഭുതപ്പെട്ട് ഈ മകനെ നോക്കിക്കൊണ്ട് ഇത് ദൈവം തന്നെയാണ് നിൻ്റെ ജീവിതത്തിൽ ഇടപെട്ടത് എന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുണ്ടായി. ഈശോ പറയുന്നു, കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക്. നാം ഒരിക്കലും വിളക്ക് കൊളുത്തിയത് പറയുടെ കീഴിൽ വെക്കാറില്ല, അത് ദീപപീഠത്തിൽ മേലാണ് വെക്കുന്നത്. മറ്റുള്ളവർക്ക് വെളിച്ചം കാണാൻ സാധിക്കുന്ന വിധത്തിലാണ് നമ്മുടെ ജീവിത സാക്ഷ്യങ്ങൾ. മകൻ പറയുകയുണ്ടായി, വിശേഷവിധിയായി ചെയ്യുന്ന ഒരു കാര്യം ഈ മകൻ പറയുകയുണ്ടായി. എനിക്ക് സാലറി കിട്ടുമ്പോൾ ഞാൻ ഏറ്റവും ആദ്യം, എനിക്ക് കുറച്ച് പൈസ കിട്ടിയാൽ ഞാൻ ഏറ്റവും ആദ്യം എൻ്റെ കാര്യങ്ങളെക്കാൾ കൂടുതൽ മറ്റുള്ളവരുടെ ആവശ്യങ്ങളെ മുൻനിർത്തി ആ പൈസ ചെലവഴിക്കാൻ, അവർക്ക് വേണ്ടി കൊടുക്കാനായിട്ട് ഞാൻ വളരെയധികം പരിശ്രമിക്കാറുണ്ട്. അങ്ങനെ കാരുണ്യ പ്രവൃത്തികളിലൂടെ ഈശോയുടെ ആവശ്യം കാണുവാനും ഈശോയെ സ്പർശിക്കുവാനുള്ള ഒരു വലിയ അനുഗ്രഹം കൂടിയാണ്, കൃപ കൂടിയാണ് ഈ മകനിൽ ലഭിച്ചിരിക്കുന്നത്. അതുപോലെ ഈ യജമാനൻ നമ്മിൽ സംപ്രീതനാകുന്നത് പോലെ ഈശോയിൽ സംപ്രീതനാകുവാനുള്ള ഒരു വലിയ ജീവിതം ഈ ഉടമ്പടിയിലൂടെ ജൽസൺ പോളിൽ ലഭിച്ചതായി നമുക്ക് മനസ്സിലാക്കാം. മകന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നതോടൊപ്പം ജോലിയില്ലാതെ വിഷമിക്കുന്ന എല്ലാ മക്കളെയും, ജോലി സംബന്ധമായി ഓഫീസുകൾ കയറിയേറുന്ന മക്കളെയും എല്ലാം നമുക്ക് ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ല ഒരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.